എന്തിനാണാകട്ടെ? വിശന്നിട്ടാണ് മാമ. ചേട്ടാ വൈലാശ്ശേരി അർജുനനെ കിട്ടും പ്രാവശ്യം. എടാ ഡേറ്റയുടെ പ്രശ്നം. ചേട്ടാ അങ്ങോട്ട് നോക്ക്. ഡാ നീ ഇങ്ങോട്ട് വന്നേ. ഡാ കണ്ടില്ലേ അമ്പലത്തിൽ പൈസ എങ്ങോട്ടാ പോണെന്ന് നീ കണ്ടില്ലേ? എവിടെയാ നിന്റെ വീട്? എവിടെ നിന്റെ വീട്? എന്തിനാണാകട്ടെ? വിശന്നിട്ടാണ് മാമ. എന്താ സന്തോഷം ഇവിടെ ഒരു ഒച്ച? ആ തിരുമേനി, അപ്പൊ ആളെ കിട്ടിട്ടോ. നമ്മുടെ പൈസ ഒക്കെ എങ്ങനെ പോണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ചെറിയ മോനോ അവിടുത്തെ പൈസ എടുത്ത താൻ പറയണേ? എന്താ സന്തോഷം? താൻ എന്തൊരു വിവരമില്ലായ്മ താൻ പറയണേ? തിരുമേനി ഒന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങൾ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാ. മോനെ, നീയാണോ ഇവിടുത്തെ പൈസ എടുത്തത്? എന്തിനാ നീ എടുത്തത്? വിശന്നിട്ടാ മാമ. സന്തോഷേ, ചെറിയ കുട്ടിയല്ലേ. തിരുമേനി ഇതിൽ ഇടപെടണ്ട. ഇതെന്താ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ. എടാ പോലീസിനെ വിളിക്കടാ. സന്തോഷം, ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ പറയണടാ. തിരുമേനി ഇതിൽ ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? നീ വിളിച്ചില്ലടാ? എടാ സന്തോഷേ, എടാ ദൈവത്തിന് എന്തിനാണ് സ്വത്ത്? ദൈവത്തിന് സ്വത്ത് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ തന്നെ എത്തേണ്ടത്. പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അതല്ലടാ ഏറ്റവും വലിയ സ്വത്ത്, അല്ലേ? അതായത് ദൈവത്തിന് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. ആദ്യം അതൊന്നും മനസ്സിലാക്കുന്നേ എന്ന് കരുതി ഈ ചെക്കനെ ചെക്കനെ നമ്മൾ എന്താ കാട്ടണ്ടേ? കട്ടത് ഓന്റെ വയറ്റുപഴപ്പുകൊണ്ട് കട്ടതാണ് സന്തോഷേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നും മനസ്സിലാക്കി. ഈ ഭണ്ണാരത്തിൽ ഇങ്ങനെ പൈസ കുമിഞ്ഞുകൂടി വലിയ കൊട്ടാരം പോലെ ഇതൊന്നും ഉണ്ടായിട്ടല്ല കാര്യം. പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണ് പൈസ എത്തേണ്ടത്, മനസ്സിലായിക്കോ? അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണ്ടത്. എടാ ഇതൊന്നും വലിയ തെറ്റൊന്നല്ല, അത് മനസ്സിലാക്കി. കുട്ടീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ചോദിച്ചിട്ടെങ്കിലും എടുക്കാൻ പറ, അത്ര മാത്രം മതി. തിരുമേനി തന്നെ പറഞ്ഞോളൂ. മോനെ, നീയേ അവിടുന്ന് ആരോടും ചോദിക്കാതെ പൈസ എടുത്ത് തെറ്റാണ് കേട്ടോ. നിനക്ക് ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിക്കാം കേട്ടോ, മനസ്സിലായില്ലേ? ബാ, നീ ഒന്നും കഴിച്ചില്ലല്ലോ? പോയി കഴിക്കും കേട്ടോ. ബാ, ഇനി ആരോടും ചോദിക്കാതെ പൈസ എടുക്കരുത് കേട്ടോ. സന്തോഷേട്ടാ, എല്ലാരും പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ എല്ലാ ദിവസവും ചെയ്യണെന്താ? അതന്നെ ചെയ്തോ.